So welcome guys. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ബാലച്ചേട്ടനാണ്. വെൽക്കം ചേട്ടാ, വെൽക്കം ടു റൈഡോഗ്രാം സ്റ്റോറീസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ന്യൂ ഇയർ വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ബൈക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിയിട്ടുള്ളത്. അതായത് നമ്മുടെ ഗ്രേറ്റ് ഡയറ്റോണ 675R. കാരണം ഒരുപാട് ഫാൻ ബേസുള്ള, എന്നാൽ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഒരു വളരെയധികം വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് ഡയറ്റോണ. അപ്പോൾ ഡയറ്റോണ ഒരു കംപ്ലീറ്റ് ഓണർഷിപ്പ് റിവ്യൂ ആണ് ആക്ച്വലി നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ബാലച്ചേട്ടാ, എങ്ങനെയാണ്? കാരണം ഒരുപാട് വർഷത്തെ റൈഡിങ് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ചേട്ടൻ്റെ മൂന്നാമത്തെ ഒരു സൂപ്പർ ബൈക്കിൽ ഒരു മൂന്നാമത്തെ വണ്ടിയാണെന്ന് തോന്നുന്നു അല്ലേ? മൂന്നാമത്തെ ഒരു വണ്ടിയാണ്. അതുപോലെ അതിന് മുന്നേ ഒരുപാട് ബൈക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ആക്ച്വലി ഒരു ബൈക്കിംഗ് ഫീൽഡിലോട്ട് വന്നത്, പ്ലസ് എങ്ങനെയാണ് ഡയറ്റോണയിലോട്ട് എത്തിയത്? ഓക്കെ, സോ ഫസ്റ്റ് എൻ്റെ ബൈക്ക് FC 250 ആയിരുന്നു. ഫസ്റ്റ് എൻ്റെ വണ്ടി. ആദ്യത്തെ വണ്ടി എടുത്തത് തന്നെ ഇവൻ എല്ലാവരും ഒരു ഡ്രീമാണല്ലോ 2 വീലർ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇപ്പം 18 വയസ്സായപ്പോൾ തന്നെ ആക്ച്വലി ലൈസൻസ് എടുത്തു. ഫസ്റ്റ് ബൈക്ക് FC എടുത്തു. FC തുടങ്ങി. അത് കഴിഞ്ഞ് R15 വന്നു. R15 കഴിഞ്ഞ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു എൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ സ്പോർട്ട് കാറ്റഗറിയിലേക്കാണ്. അതെനിക്ക് R15 ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങിയ കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് R15 ഞാൻ കൊടുത്തു. R15 എടുത്ത് അത് കഴിഞ്ഞ് CBR 250 വന്നു. വീണ്ടും CBR 250 വന്നു. അതായത് അപ്ഗ്രേഡ് അല്ല, എന്നാലും ഭയങ്കര പൊസിഷൻ, അതെ കുറച്ചുകൂടെ കംഫർട്ടാണ് എന്നുള്ള രീതിയിൽ CBR 250 കഴിഞ്ഞ് വീണ്ടും അതിനിടയ്ക്ക് അത് കഴിഞ്ഞ് RC 200 ആണ് എൻ്റെ അടുത്ത വണ്ടി. ശരിക്കും പറഞ്ഞാൽ ബാക്കി എല്ലാ വണ്ടികളും ഒരു ഷോർട്ട് ടൈം പീരീഡിലാണ് ഞാൻ ആക്ച്വലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ RC 200 എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ആ റൈഡിങ് പൊസിഷനും വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എൻ്റെ കയ്യിൽ കുറേ നാൾ ഇരുന്ന വണ്ടി. അങ്ങനെ കഴിഞ്ഞാണ് ശരിക്കും അപ്പോഴൊന്നും ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ബൈക്കിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. സൂപ്പർ ബൈക്ക് എടുക്കുന്ന കാര്യങ്ങളായിരുന്നു അറിയാം. നമ്മൾ കാണുന്നുണ്ടല്ലോ വീഡിയോസും വ്ളോഗേഴ്സിൻ്റെ വീഡിയോസും എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ആ ടൈമിലാണ് ആക്ച്വലി ഡയറ്റോണയുടെ പവർ ഡ്രിഫ്റ്റിൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഭയങ്കര ഫാൻ ബേസ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫാനായി പോയൊരു വീഡിയോ ആണ് ഡയറ്റോണ. അപ്പോൾ അന്ന് തന്നെ അങ്ങനെ ആലോചിക്കും ഡയറ്റോണ, ആ സൗണ്ടും അതിൻ്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ ആർഎക്സസിൻ്റെ സൗണ്ടും എല്ലാം. അന്നൊന്നും നമ്മൾ സൂപ്പർ ബൈക്കിന്ന് എടുക്കണം അത്രയ്ക്കൊന്നും ആയിട്ടില്ല. ആക്ച്വലി എൻ്റെ ഫസ്റ്റ് സൂപ്പർ ബൈക്ക് എക്സ്പീരിയൻസ് തന്നെ ആക്ച്വലി ഞാൻ എടുത്തത് സ്ട്രീറ്റ് ട്രിപ്പിളാണ് എടുത്തത്. ആദ്യ സൂപ്പർ ബൈക്കിൻ്റെ സ്ട്രീറ്റ് ട്രിപ്പിളാണ്. അത് തന്നെ ആക്ച്വലി ഹാൻഡിൽ ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരുന്നു ഫസ്റ്റ് ടൈം. കാര്യം ഇത്രയും നാളും 250-200cc ആ റേഞ്ചിൽ ഓടിച്ച വണ്ടി പെട്ടെന്ന് ഒരു 675 പോയപ്പോൾ ഭയങ്കര ഹാൻഡിൽ ചെയ്യാൻ എനിക്കൊന്ന് ഒരു 2-3 വീക്സ് എടുത്തു എനിക്ക് വണ്ടി ഒന്ന് കയ്യിൽ ഒതുങ്ങാനായിട്ട്. അങ്ങനെ ഒരുപാട് വണ്ടികൾ കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഞാൻ ഏകദേശം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇത് FC അത് കഴിഞ്ഞ് ഒരുപാട് ലോങ് റൈഡ്സ് പോയിട്ടുണ്ട്. XBHP മെമ്പറാണ്. അങ്ങനെ ഒരുപാട് അത് ബൈക്കിംഗ് കമ്മ്യൂണിറ്റി അത് ശരിക്കും ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫ്രണ്ട്സും ഒരുപാട് കോൺടാക്ട്സ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ബൈക്കർ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് റൈഡ്സ് പോകാൻ സാധിച്ചിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയിലും ഞാൻ ഒരു ലോങ് റൈഡ് പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ബൈക്കിങ്ങിലോട്ട് വരുന്നത്. എല്ലാം ഒരു ടേസ്റ്റാണ്. അത് നമുക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല, പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. അപ്പോൾ RC 200 ഡയറക്റ്റ് 675 RC 200 അതെ, RC 200 ഞാൻ കീപ്പ് ചെയ്തുകൊണ്ടാണ് 675 വന്നത്. അതൊരു യൂസ്ഡ് വണ്ടിയായിരുന്നു. എന്തോ അന്ന് ഒരു ഡ്രീം തന്നെയാണ്. ഈ കൈ കിട്ടിയിട്ട് ഇത് സൂപ്പർ ബൈക്ക് ഇപ്പോഴും ഓടിക്കുകയാണോ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു വണ്ടിയിലോട്ട് അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഞാൻ ആ വണ്ടി കൊടുത്തിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡൗൺഗ്രേഡാണ് നിഞ്ച 650 വന്നത്. അതെ 650 അതൊരു പക്ക ടൂറിങ് ബൈക്കാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇതല്ല എനിക്ക് ശരിക്കും സൂപ്പർ സ്പോർട്ടിൽ നിന്ന് അപ്രൈറ്റ് പൊസിഷനിലേക്ക് വന്നപ്പോൾ എനിക്ക് എന്തോ പറ്റുന്നില്ല. അങ്ങനെ കാത്തിരുന്നാണ് ഡയറ്റോണ എടുക്കാൻ അല്ല ശരിക്കും പറഞ്ഞൊരു സൂപ്പർ സ്പോർട്ട് ഞാൻ എടുക്കണം, അല്ലെങ്കിൽ സ്ട്രീറ്റ് ട്രിപ്പിൾ ട്രയംഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അല്ലെങ്കിൽ അത് ഓടിക്കുന്നതിൻ്റെ ഒരു ഫീല് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിഞ്ച 650 ഓടിച്ചിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് ട്രിപ്പിൾ എടുക്കണം, അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്പോർട്ട് കാറ്റഗറി അല്ലെങ്കിൽ CBR 650 ആണ് അങ്ങനെ നോക്കാം. അതും ശരിക്കും അപ്രൈറ്റ് ആണ്, ഭയങ്കര അഗ്രസീവ് അല്ല. അങ്ങനെ ചെയ്തപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ച് പറയുന്നത് ഒരു 675 ഇരിപ്പുണ്ട്, 675R KL വണ്ടിയാണ്.
കാരണം ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് അറിയാം ഇതാണെന്നുള്ളത്. ഓക്കെ, അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ച് എടുത്തൊരു വണ്ടിയാണ് 675. ഇത് കിട്ടുന്ന ഒരു 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 എന്താ പറയുക, ഒരു ഹിൻറ്റും ഇല്ലായിരുന്നു. പെട്ടെന്ന് തീരുമാനിച്ച് എന്നെ വണ്ടി ഇരിപ്പുണ്ട് എടുക്കാമോ, ഞാൻ പറഞ്ഞാൽ എടുക്കാം. അങ്ങനെ പോയി കോൺടാക്ട് ചെയ്ത് നമ്മൾ പോയി എടുത്ത വണ്ടിയാണ് 675. ആക്ച്വലി നമ്മുടെ മൂസിൻ്റെ ഇരുന്നിട്ട് നമ്മുടെ ഡുക്കാമാൻ ഇവിടെ നിന്ന് വണ്ടി വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. അവിടെ നിന്നാണ് ആക്ച്വലി ചേട്ടൻ വീണ്ടും തിരിച്ച് നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് വണ്ടി തിരിച്ചു കൊണ്ടുവന്നത്. അതെ, ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂർ പോയിട്ട് വീണ്ടും ട്രിവാൻഡ്രത്തേക്ക് എത്തി. അപ്പോൾ അങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ ഡയറ്റോണിലോട്ട് എത്തിയ സ്റ്റോറി. ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ചോദ്യത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ഡയറ്റോൺ എടുത്തുകൊണ്ട് വന്നൊരു സ്റ്റോറി അല്ലേ ചേട്ടാ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പോകുമ്പോൾ ആദ്യമായിട്ട് എങ്ങനെയുണ്ട് അവൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നാണ് നമുക്ക് അറിയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ബൈ റോഡ് ഓടിച്ചുകൊണ്ട് വരികയായിരുന്നു ഇവിടെ നിന്ന്. അപ്പോൾ എങ്ങനെയുണ്ട് ആക്ച്വലി അവൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആക്ച്വലി ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന നിഞ്ച 650 ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് എന്ന് പറയാൻ അപ്രൈറ്റ് പൊസിഷനാണ്. കുറച്ച് നാൾ അത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ചെന്ന് കയറി ഇരുന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര അഗ്രസീവ് പൊസിഷനാണ്. ശരിക്കും ലിറ്ററലി ഞാൻ കിടക്കുന്ന കണക്കാണ്, കിടന്നോടിക്കുന്ന ഒരു ഫീലാണ് ഞാൻ ഫസ്റ്റ് ടൈം വണ്ടിക്ക്. അതെ, കുറേ നാൾക്ക് ശേഷം. കുഴപ്പമില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് റൈഡ് പോയിട്ട് വന്നപ്പോൾ കുഴപ്പമില്ല. വണ്ടിയുടെ ഏറ്റവും മെയിൻ ഒരു അട്രാക്ഷൻ വെയിറ്റ് കുറവാണ്. നമുക്ക് സുഖമായി ഹാൻഡിൽ ചെയ്യാം. അഗ്രസീവ് പൊസിഷൻ കുഴപ്പമില്ല, എനിക്ക് ആ പൊസിഷൻ യൂസ്ഡ് ഇഷ്ടമുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അതങ്ങ് യൂസ്ഡ് ആയി. കുറച്ച് ഓടിച്ചിങ്ങ് വന്നപ്പോൾ യൂസ്ഡ് ആയി. പിന്നെ റോഡ്സ് നല്ല നല്ല വളവുകളും തിരിവുകളുള്ള റോഡാണ് ഈ പാല മാറ്റുപുഴ റോഡ്. ഭയങ്കര സുഖമാണ്. ഞാനൊരു കോർണറിങ് പേഴ്സൺ അല്ല, ഞാൻ അങ്ങനെ കോർണർ ചെയ്യാറില്ല. പക്ഷേ ഈ വണ്ടി എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നത്. ഭയങ്കര കോർണറിങ് എന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് എനിക്ക് പിന്നെ ഫസ്റ്റ് ടൈം എടുത്തിട്ട് വരുന്നതിൻ്റെ ഒരു ഇതുണ്ടാവും. ഒന്ന് വണ്ടിയൊന്നും കയ്യിൽ ഒതുങ്ങുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ റോഡ് അത് കഴിഞ്ഞ് അത് തിരിച്ചു വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് മഴയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അധികം എൻജോയ് ചെയ്ത് വരാൻ ആക്ച്വലി പറ്റിയില്ല എന്ന് വേണമെന്ന് പറയാം. ഫസ്റ്റ് റൈഡ്. അപ്പോൾ അതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് ഞാൻ വീണ്ടും ഈ റോഡ് തന്നെ ഒരു റൗണ്ട് പോയി. ഈ വണ്ടിയും കൊണ്ട് പോയായിരുന്നു. അത് കണക്കിന് 2 കുട്ടിക്കാനം, നമ്മുടെ പത്തനംതിട്ട ഇപ്പോൾ സൂപ്പർ റോഡാണല്ലോ, കുട്ടിക്കാനം പോയായിരുന്നു. ശരിക്കും ആസ്വദിച്ച് ഓട്ടിക്കാൻ പറ്റി. അപ്പോഴാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യലും എല്ലാം, ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ആക്ച്വലി. അതിനുള്ള ടോട്ടൽ റെസ്പോൺസ് കൊടുക്കും, കയറി പോവുകയാണ്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഫസ്റ്റ് റൈഡ്. ഇപ്പം ശരിക്കും പക്ക എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നൊരു വണ്ടിയായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അതിനെ കുറച്ച് ഡീപ്പായിട്ട് ചോദിക്കാം. കാരണം എല്ലാവർക്കും അറിയണ്ട, കാരണം ഇത്രയും സൂപ്പർ സ്പോർട്ട് പ്രൊഫഷൻ ആകുമ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്നാൽ അത് നമ്മളെ റൈഡിങ് എബിലിറ്റി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ തന്നെ 2 പോർഷൻ, അതായത് കംഫർട്ട്, ഹാൻഡ്ലിംഗ് എന്നുള്ള രീതി 2 ചോദ്യമായിട്ട് ചോദിക്കാം. അപ്പോൾ ആദ്യം എങ്ങനെയാണ് കംഫർട്ട് ചോദിക്കുന്നത് ശരിയല്ല, എന്നാലും ഇതൊരു റൈഡിങ് കംഫർട്ടായിട്ടുള്ള വണ്ടിയല്ല ആക്ച്വലി. പിന്നെ എല്ലാവർക്കും ഈ പൊസിഷൻ ഞാൻ ചോദിച്ച മിക്കവർക്കും ഇത് ഒരു കംഫർട്ട് പൊസിഷനായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് കംഫർട്ട് പൊസിഷനാണ്. പക്ഷേ ലോങ് റൈഡ് ഞാൻ പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 1 day 400+ കിലോമീറ്റേഴ്സ് ഞാൻ ഓടിച്ചിട്ടുണ്ട്. കുട്ടിക്കാനം റൈഡ് അത് ഞാൻ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് പോകേണ്ടി വരും ഒന്ന്. പിന്നെ ഒരു നമ്മളെ ട്രാഫിക്കിൻ്റെ ഇടയിൽ, അതായത് ഹൈ ട്രാഫിക്കിൻ്റെ ഇടയിൽ ഭയങ്കര പാടാണ്. നമ്മൾ ലോങ് റൈഡ്സിൽ ട്രാഫിക്കിൽ പെട്ട് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ സ്ലോ ട്രാഫിക് ആയാലും അല്ലെങ്കിൽ ഈ കഞ്ചഷനുള്ള അങ്ങനത്തെ റോഡ്സ് ആയാലും റഫ് റോഡായാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഭയങ്കരമായിട്ട് ടയേർഡാവും. ഒന്നാമത്തെ കാര്യം ഹീറ്റിൻ്റെ ഇഷ്യൂ അല്ല, ഈ പൊസിഷൻ്റെ ഇഷ്യൂ ആണ്. നമ്മൾ ഫുൾ വെയിറ്റ് ഈ ഷോൾഡറും ഇതും വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഇഷ്യൂ വരാറുണ്ട്. ബാക്ക് പെയിൻ അല്ല, നമുക്കൊരു ജസ്റ്റ് സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യും. തിരിച്ച് ഇത്രയും ലോങ് റൈഡ് ഓടിയിട്ട് വരുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമ്മളൊരു ഓടിക്കുന്നതിൻ്റെ ഒരു ത്വര കാരണം മൈൻഡ് ചെയ്യാറില്ല. ഓക്കെ, ഞാൻ സാധാരണ നമ്മളിപ്പോൾ ട്രയംഫിൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം കമ്മിറ്റഡ് ആണെങ്കിലും അവരുടെ സീറ്റ് ഭയങ്കരമായിട്ട് അവർ ബിൽഡ് ചെയ്തിരിക്കും. ഇപ്പോൾ സ്ട്രീറ്റബിൾ RS ആയാലും ശരി, ഇതിലൊക്കെ ഇത്രയും കമ്മിറ്റഡ് ആണെങ്കിലും റൈഡറിന് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളോടും. ഇതിൻ്റെ സീറ്റ് കംഫർട്ടൊക്കെ എങ്ങനെയാണ് ആക്ച്വലി? സീറ്റ് കംഫർട്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, ഇതൊരു കംഫർട്ട് ബൈക്കല്ല, ഇത് പക്ക ട്രാക്ക് ബൈക്കാണ്, ട്രാക്ക് യൂസ് ബൈക്കാണ്. ഇതിപ്പോൾ കംഫർട്ട് എന്നുള്ളൊരു രീതിയിലേക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇല്ല, കൺസിഡർ ചെയ്യണ്ട. ഓക്കെ. അപ്പോൾ അടുത്തൊരു ചോദിച്ചാൽ ഹാൻഡ്ലിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ ഹാൻഡ്ലിങ്ങിലോട്ട് കിടക്കാം ചേട്ടാ. അപ്പോൾ ഹാൻഡ്ലിങ്ങിനെ പറ്റി പറയുമ്പോൾ എസ്പെഷ്യലി ഓയിലിൻസിൻ്റെ ഫുള്ളി സസ്പെൻഷൻ വണ്ടിയിൽ വരുന്നുണ്ട്. വണ്ടി പിടിച്ചേർത്താനായിട്ട് ഒരു പക്ക ഒരു ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പം ആക്ച്വലി 675 ഏറ്റവും വലിയ പ്രത്യേകതകൾ വരുന്ന കുറച്ച് പാർട്ടാണ് അതൊക്കെ. അപ്പോൾ ചേട്ടാ അങ്ങനെ നോക്കുമ്പോൾ ഹാൻഡ്ലിംഗ് വൈസ് എങ്ങനെയുണ്ട്?
സൂപ്പർബ് ഹാൻഡ്ലിംഗ് ആണ്. ഓക്കെ, അതിപ്പോൾ ഒന്നും പറയാനില്ല. പിന്നെ ബ്രേക്കിംഗ് ബ്രംബോ ബ്രേക്സ് ആണ് തരുന്നത്. ഭയങ്കര ബൈറ്റാണ്, നല്ല ബൈറ്റ്സ് ആണ്. നമ്മൾ വിചാരിക്കുന്നത് എത്ര ഇപ്പം 150 160 കയറി പോയാലും നമുക്ക് വിചാരിക്കുന്നിടത്ത് വണ്ടി നിൽക്കുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഇത് കിട്ടിയ അതേപടി ആണ് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. അതെ അതെ, അത് കുറച്ച് സ്റ്റിഫാണ് ബാക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, റഫ് റോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാടാണ്. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഓടിക്കാം, പക്ഷേ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ഈ ഷോൾഡർ പെയിൻ വരാം, പിന്നെ നെക്ക് പെയിൻ എന്നല്ല, നമ്മൾ ഈ സ്ട്രെസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് വരാൻ സാധ്യതയുണ്ട്. അതെ അതെ. അപ്പോൾ ആക്ച്വലി സസ്പെൻഷൻ കോർണറിങ്ങിനൊക്കെ ഭയങ്കര സപ്പോർട്ടീവ്, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കോർണറിങ് അങ്ങനെ ഞാൻ കോർണർ ചെയ്യാറില്ല ഒരു വണ്ടി, ഞാൻ മുമ്പും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഇത് നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി, ഇതാ കൊണ്ടുപോക്കോ എന്നുള്ള രീതിയിൽ വണ്ടി പോകും. എസ്പെഷ്യലി ഇതിന്റെ വെയിറ്റ് ഒരു വലിയൊരു പോസിറ്റീവ് അല്ലേ? വെയിറ്റ് കുറവാണ്, ഭയങ്കര കുറവാണ്, ഭയങ്കര ഈസിയാണ് കൊണ്ടുനടക്കാനായിട്ട്. അതെ, കാരണം ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇവിടെ തിരിക്കാനായാലും യൂട്യൂബ് സാധനം സൂപ്പർ ബൈക്ക് എടുക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ കൺസേൺ ഇതിനെ തിരിച്ച് വളച്ച് കൊണ്ടുപോകണമല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ ആക്ച്വലി അതങ്ങനെ നോക്കുമ്പോൾ ഇത് ഭയങ്കര ഒരു പോസിറ്റീവ് ആണല്ലേ? അപ്പോൾ ഒരു ഹാൻഡ്ലിംഗിന്റെ ബേസിൽ വളരെ പോസിറ്റീവ് ആണെങ്കിൽ കംഫർട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കംഫർട്ടിനെ കുറിച്ച് ചിന്തിക്കാനാണെങ്കിൽ ഈ വണ്ടി നോക്കേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കാര്യം. രണ്ട് ഡിഫറൻറ്റ്, ഞാൻ 650 നിഞ്ച 615 ലോങ് പോയിട്ടുണ്ടായിരുന്നു. പക്ക കംഫർട്ടാണ് വണ്ടി, പക്ക കംഫർട്ടാണ്. പക്ഷേ എത്ര ദൂരം വേണം ഓടിക്കാം. ഇതും ഓടിക്കാം. ഞാൻ അതാണ് ഞാൻ പറഞ്ഞത്, RC200 എനിക്ക് ആ പൊസിഷൻ യൂസ്ഡ് ആണ്. ഞാൻ RC200 ആക്ച്വലി ഹൈദരാബാദ് പോയിട്ടുള്ളതാണ്, 7 days ലോങ് റൈഡ് തന്നെ പോയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ ബ്രേക്ക് എടുത്ത് പോകണം എന്നുള്ളതേ ഉള്ളൂ, അല്ല മറ്റു ബുദ്ധിമുട്ട് ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് ആക്ച്വലി വേണ്ട ഒരു ഹാൻഡ്ലിംഗ് കംഫർട്ട് എന്ന് പറയുന്ന ഒരു മേഖല. ഓക്കെ, സോ അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് ആക്ച്വലി ട്രയംഫ് എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഒരു അപ്പർ മെയിൻ്റനൻസ് കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ്. സോ ചേട്ടൻ്റെ ആക്ച്വലി രണ്ടാമത്തെ ട്രയംഫാണ്. അപ്പോൾ ചേട്ടൻ്റെ മൊത്തത്തിലുള്ള എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ? മെയിൻ്റനൻസ് നമ്മളിപ്പോൾ എന്താ വേറെ പാർട്സ് ഒന്നും മാറാനില്ലെന്നുണ്ടെങ്കിൽ, അതായത് മീൻസ് ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ ക്ലീനിങ്, ഓയിൽ ചേഞ്ച് മാത്രം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നൊരു 6-7 അല്ലെങ്കിൽ മാക്സിമം ബൈ 10. അതാണ് ട്രയംഫിൻ്റെ ഒരു ഓവറോൾ സർവീസ് കോസ്റ്റ് വരുന്നത്. ഞാൻ ആക്ച്വലി ഇത് എടുത്തത് 12,000 കിലോമീറ്റേഴ്സാണ്. ഇപ്പോൾ ഒരു 18,000 കിലോമീറ്റേഴ്സ് ആയി, 3-4 മാസം ആയിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, അത് നമുക്കിങ്ങനെ ഓടിക്കാൻ എപ്പോഴും എടുത്തിട്ട് പോകാനായിട്ടുള്ള ഒരു ഇത് കാരണം ഞാൻ ഓടിക്കും. ഓരോ പ്രാവശ്യം ഓടിക്കുമ്പോഴും 6,000 കിലോമീറ്റേഴ്സ് അല്ലേ? അതെ, ഓടിയിട്ടുണ്ട്. 3 months ആയിട്ടല്ലേ? 3 months. അപ്പോൾ 2,000 കിലോമീറ്റർ വെച്ചാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഞാൻ സർവീസിന് ഇനിയിപ്പോൾ കൊടുക്കണം. അപ്പോൾ എനിക്കൊന്ന് എൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡ്സ് മാറണം, ബാക്ക് ടയർ മാറണം. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ ഉള്ള സർവീസ്. അപ്പോൾ എനിക്കത് ബ്രേക്ക് പാഡ്സ് വരുന്നത് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് EBC ബ്രേക്ക് പാഡ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കൊന്ന് 3,500 എന്നാണ് പെയറിന് വരിക. കാരണം ആക്ച്വലി ബ്രംബോ യൂസ് ചെയ്യണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. EBC നമുക്ക് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് തരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ വരുന്നത് അല്ലേ? ബാക്കി എല്ലാ പാർട്സ് ഓൾമോസ്റ്റ് എല്ലാം എനിക്ക് കിട്ടിയപ്പോൾ എല്ലാം ഫുൾ പക്ക കണ്ടീഷനിലാണ് തന്നത്. നല്ല ടയേഴ്സ് ഇട്ട് തന്നെയാണ് തന്നത്. ബ്രേക്ക് പാഡ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഓടിയപ്പോൾ അങ്ങനെ ടയർ റീസെൻ്റ്ലി മാറാൻ പോകുന്നുണ്ട്. ടയർ ഞാൻ ഇപ്പോൾ കിടക്കുന്ന മെറ്റ്സെല്ലറിൻ്റെ സ്പോട്ടക് എംസോൺ എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ അത് മാറിയിട്ട് സൂപ്പർ കോഴ്സോ ഏതെങ്കിലും ട്രൈ ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, കാരണം അതും കൂടെ ആകുമ്പോൾ ആക്ച്വലി ഇവൻ്റെ പ്രോപ്പർ പെർഫോമൻസിലൂടെ ഇവൻ എത്തുന്ന ഒരു ഇതാണ്. അപ്പോൾ അതാണ് ഒരു മെയിൻ്റനൻസിൻ്റെ ഫാക്ടർ. ആക്ച്വലി ട്രയംഫിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടിനെ പറ്റി എന്താണ് അഭിപ്രായം? ട്രയംഫിൻ്റെ സൈഡിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. ഞാൻ ആക്ച്വലി ഇവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ഓക്കെ, എനിക്കൊന്ന് കൊണ്ടുപോകണം ആക്ച്വലി സർവീസ്. പൊതുവെ ട്രയംഫിനെ പറ്റി അതെ, നല്ല സർവീസാണ്. ഞാൻ കൊച്ചിയിലാണുള്ള ശ്യാമ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ല സർവീസാണുള്ളത്. ഞാനവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഷോറൂമിൽ. കഴിഞ്ഞ ട്രയംഫ് ഞാൻ അവിടെ ആക്ച്വലി ഇടയ്ക്കൊന്നിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ നല്ല അഭിപ്രായം ഷോറൂം സൈഡിൽ. അപ്പോൾ നമുക്ക് നല്ലൊരു ഷോറൂം സൈഡിൽ നല്ല സപ്പോർട്ടീവ്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന ആക്ച്വലി ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇവനിൽ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ നമ്മുടെ 2 വേരിയൻസ് ആണ് ആക്ച്വലി നമ്മുടെ മാർക്കറ്റിലോട്ട് വന്നിരുന്നത്. 675 എന്ന് പറയുന്ന ഒരു നോർമൽ സ്റ്റാൻഡേർഡ് വേരിയൻറ്റും പ്ലസ് R എന്ന് പറയുന്ന 675R ഈ ഒരു വേരിയൻറ്റ്. അപ്പോൾ ആക്ച്വലി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ബേസിക്കലി എന്തൊക്കെയാണ്? 675Rഉം 675ഉം തമ്മിൽ സ്പെക് വൈസ് വ്യത്യാസമുണ്ട്. ഓൾ ഇൻ സസ്പെൻഷൻ ആണ് വരുന്നത്, ഫ്രണ്ടും ബാക്കും ആറിന് വരുന്നത്. അത് പിന്നെ അതിനൊക്കെ കാർബൺ ഫൈബർ എലമെന്റ്സ് വരുന്നുണ്ട് 675Rന്. ഫ്രണ്ട് ഫ്രണ്ട് മഡ് ഗാർഡ്, അതിനൊക്കെ റിയർ ഹഗ്ഗർ, അതിനൊക്കെ ഫ്രണ്ട് ഡാഷ് സെറ്റ്, അതെ അതെല്ലാം കാർബൺ ഫൈബർ ആണ്. അതൊക്കെയാണ് മെയിൻ ഹൈലൈറ്റ് ആക്ച്വലി ഇതിൻ്റെ.
അത് കണക്ക് തന്നെ കളർ വേരിയൻസ് എനിക്ക് തോന്നുന്നു 675 വൈറ്റും ബ്ലാക്കും മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവിൽ. ബാക്കിയെല്ലാം റെഡൊക്കെ എനിക്ക് തോന്നുന്നു 675 മെയിനായിട്ട് സ്പെക്ക് തന്നെയാണ്. അതെ, അതുപോലെ തന്നെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ബ്രേക്സും കൂടെ. അതെ അതെ, കാരണം അതിന് നിസിന്റെ ബ്രേക്സ് ആണ് വരുന്നത്. ഇതിന് പ്രോപ്പർ ബ്രംബോ ആണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇതിനെ പിടിച്ചു നിർത്തണമെങ്കിൽ അത് വേണം. ഓക്കെ, സോ അത് കാരണം അത്രത്തോളം പവർ ടു വെയിറ്റ് റേഷ്യയിൽ അത്രയും കിടിലുമായിട്ടുള്ള ഒരു വണ്ടിയാണ്. സോ അപ്പോൾ അതാണ് നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ ഏട്ടാ. സോ അപ്പോൾ അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന ആക്ച്വലി നമ്മുടെ വണ്ടിയുടെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ് വണ്ടിയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് എന്നുള്ളൊരു പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ് ഫ്രം നമുക്ക് പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്യാൻ ചേട്ടാ. അപ്പോൾ എന്തൊക്കെയാണ് ആക്ച്വലി വണ്ടിയുടെ പോസിറ്റീവായിട്ട് പറയാനുള്ളത്? പോസിറ്റീവായിട്ട് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 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 പ്രീമിയം ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. ഓക്കെ, അതെ. പിന്നെ പവർ, വെയിറ്റ് കുറവ്, ഇതൊക്കെ തന്നെയാണ് പോസിറ്റീവ്. പിന്നെ എന്താ അഗ്രസീവ് പൊസിഷൻ, അത് ആക്ച്വലി ഒരു നെഗറ്റീവ് സൈഡിൽ വേണമെങ്കിൽ പറയാം, പോസിറ്റീവ് സൈഡിൽ വേണമെങ്കിലും പറയാം. അത് ഓടിക്കുന്ന ആളുടെ ഒരു കംഫർട്ട് ഫീല്, അത് കംഫർട്ട് സോൺ കണക്കിരിക്കും. സൂപ്പർ സ്പോർട്ട് ഇഷ്ടപ്പെടുന്ന ട്രാക്ക്. ഞാൻ ആക്ച്വലി ട്രാക്ക് പോയിട്ടില്ല, എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഒരവസരം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ട്രാക്ക് എന്തായാലും പോകണം. ഓക്കെ, പിന്നെ പോസിറ്റീവ് ഇതൊക്കെയാണ് മെയിനായിട്ട്. പവർ, ഹാൻഡ്ലിങ് സൂപ്പർബാണ്, ബ്രേക്സ് സൂപ്പർബാണ്, പവർ, പിന്നെ നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ റൈഡിങ് പൊസിഷനാണ്. അതിപ്പം ഇപ്പോൾ സപ്പോസ് ഒരു എഡി ഓടിച്ചിടക്കുന്ന അല്ലെങ്കിൽ അപ്രൈറ്റ് പൊസിഷനിൽ ഓടിച്ചിരിക്കുന്ന ആൾ പെട്ടെന്നൊരു ഇതിലേക്ക് വരുന്ന കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ, നല്ല ബുദ്ധിമുട്ടാണ് അവർക്ക്. ഷോൾഡർ പെയിൻസും ഈ കാര്യങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ അത്യാവശ്യം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ട്രാഫിക്കിൽ, ഹൈ ട്രാഫിക്കിൽ നമുക്ക് ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ പിന്നെ വേറൊരു കാര്യം പറയാൻ പറ്റും, പോസിറ്റീവ് സൈഡിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഞാൻ മറ്റേ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ചോദിക്കണം, നമ്മൾ സിറ്റിയിലോട്ടൊക്കെ കിടക്കുന്ന സമയത്ത് ആക്ച്വലി ഈ ഒരു ഹാൻഡ്ലിങ് അവിടെ പോസിറ്റീവ് ആണോ അത് നമുക്ക് നെഗറ്റീവായിട്ട് തോന്നാം? അതായത് ഹീറ്റിംഗ് സൈഡിൽ അതൊരു നെഗറ്റീവാണ്. ഓക്കെ, ഹീറ്റിംഗ് സൈഡിൽ നെഗറ്റീവ്, ബാക്കി ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈസിയാണ്. പിന്നെ ഒരു നെഗറ്റീവ് സൈഡ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ടേണിംഗ് റേഡിയസ്. പെട്ടെന്ന് നമുക്ക് തിരിക്കാനായിട്ട് പാടാണെന്ന് വെച്ചാൽ ഇത് ഒന്നാമത് ഒടിവ് കുറവാണ്. അപ്പോൾ നമ്മൾ തിരിക്കുമ്പോൾ വീഴാനുള്ള ചാൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എടുത്തോണ്ടുവന്ന ടൈമിൽ തന്നെ എനിക്ക് നിർത്തിയിട്ട് തിരിക്കുന്ന ടൈമിൽ വീഴാനുള്ള ചാൻസ് ഉണ്ട്. സ്പേസ് എടുത്ത് തിരിക്കേണ്ടി വരും. പെട്ടെന്ന് നമുക്ക് തിരിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ടേണിംഗ് റേഡിയസ് ഒരു നെഗറ്റീവ് ആയിട്ടാണ് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു റൈഡിങ് കംഫർട്ട് അതൊക്കെയാണ് ഒരു നെഗറ്റീവ് ആയിട്ട് നമുക്ക്. കാരണം ഇത് കംഫർട്ട് നോക്കി എടുക്കണ്ട, കംഫർട്ട് നോക്കാനാണെങ്കിൽ ഈ വണ്ടി നോക്കണ്ടേ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് വണ്ടി ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് ചോദിക്കാൻ കേട്ടോ, ഈ എത്തരത്തിലുള്ള ഒരു റൈഡർ ആയിരിക്കണം ആക്ച്വലി ഈ ഒരു വണ്ടി ചേട്ടൻ സജസ്റ്റ് ചെയ്യണമെങ്കിൽ ആർക്കായിരിക്കും സജസ്റ്റ് ചെയ്യാൻ? ഫസ്റ്റ് ഓഫ് ഓൾ ഈ പൊസിഷൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ വേണം വണ്ടി നോക്കാനായിട്ട്. അതെനിക്ക് ട്രാക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, പിന്നെ അത്യാവശ്യം പൊളിച്ചെടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, കൂടുതലും ലോങ് റൈഡ്സ്. ഇപ്പം ടൂറിംഗ് സെറ്റപ്പിലോട്ടാണ് നോക്കുന്നതെങ്കിൽ ഇത് നോക്കേണ്ട ആവശ്യമില്ല. അത് കുറച്ചൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയിലേക്ക് പോകുന്നതായിരിക്കും. ഇത് ടൂറിങ്ങിന് പോകാൻ പറ്റില്ല എന്നല്ല, പോകാൻ പറ്റും, പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ലഗേജ് വെക്കാൻ ബുദ്ധിമുട്ടാണ്. ലഗേജ് ഒന്നും നമുക്ക് ഇതിൽ ഹോൾഡ് ചെയ്യാൻ പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ അപ്പോൾ ടൂറിംഗ് സെറ്റപ്പ് മോഡലിൽ നോക്കുന്ന ആൾക്കാർ നോക്കേ വേണ്ട. അല്ലാതെ ട്രാക്ക് നമുക്കല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിച്ച് എക്സാക്ട് പോയിന്റ്. ഫൺ ആഗ്രഹിക്കുന്നവർക്ക് സ്ട്രെയിറ്റ് ഇവനാളിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ മെയിൻ്റനൻസ് നമുക്ക് ഒരുപാടൊന്നും ഇല്ല എന്നാണ് കൺസിഡർ ചെയ്യാം. ഇല്ല, നോർമൽ തന്നെയാണ്. ട്രയംഫിനെ സംബന്ധിച്ച്, സ്ട്രീറ്റ് ട്രിപ്പിളിനെയൊക്കെ സംബന്ധിച്ച് നോർമൽ തന്നെയാണ്. ആ ഒരു റേഞ്ച് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് വണ്ടിയുടെ. പിന്നെ എനിക്കൊന്ന് ഡിസിൻ്റെ ബ്രേക്ക് പാഡ്സ് വെച്ച് നോക്കുമ്പോൾ 615 എനിക്കൊന്ന് ബ്രേക്ക് പാഡ് നിസിൻ്റെ കുറവാണ്. കുറച്ചധികം എക്സ്പെൻസീവ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ചേട്ടാ അതുപോലെ നമ്മുടെ ഇപ്പോൾ ഈ ലോങ് റൈഡൊക്കെ ചേട്ടാ അത്യാവശ്യം ലോങ് ഒക്കെ പോകുന്നുണ്ട്, അങ്ങനെ ട്രാവൽ ചെയ്യുന്നു, നൈറ്റ് ഇവൻ റൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലൈറ്റും കാര്യങ്ങളും, അതായത് നമ്മുടെ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ. വിസിബിലിറ്റി അടിപൊളിയാണ്. എനിക്ക് ഇതുവരെ അതൊരു മോശമായിട്ട് തോന്നിയിട്ടില്ല. കമ്പാരിറ്റീവ്ലി ഇപ്പം സപ്പോസ് ഇപ്പോൾ R15 അങ്ങനെയൊക്കെ LED ലൈറ്റ്സിൻ്റെയും കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ ആണ്. പക്ഷേ ഞാൻ പലരും ഡൈറ്റോണിൽ LED ലൈറ്റ്സ് ആഡ് അതിന്റെ ആവശ്യമേ ഇല്ല ആക്ച്വലി. ഇത് ഞാൻ ആക്ച്വലി ഡിം ഇട്ടാണ് ഓടിക്കുന്നത്. ഡിം തന്നെ അത്യാവശ്യം തരുന്നുണ്ട്. അതെ,
അപ്പോൾ അതൊക്കെയാണ് ലൈറ്റിൻ്റെ ഒരു സപ്പോർട്ടും അല്ലേ. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം പറയാൻ മിസ് ചെയ്തു, മെയിൻ കാര്യമാണ് 615 615 ആറും തമ്മിൽ കിക്ക് ഷിഫ്റ്ററിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതിന് കിക്ക് ഷിഫ്റ്റർ ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട്, അപ്പം മാത്രമേ ഉള്ളൂ. പക്ഷേ അതും ആക്ച്വലി ഒരു ഫൺ ഫാക്ടറാണ് കിക്ക് ഷിഫ്റ്റർ. ഞാൻ ഫസ്റ്റ് എൻ്റെ മുമ്പത്തെ ട്രിപ്പിളിന് ആക്ച്വലി ഷിഫ്റ്റർ ഇല്ലായിരുന്നു, ഞാൻ അതൊരു ആക്സസറി ആയിട്ട് മേടിച്ച് വെച്ചതാണ്. എനിക്ക് അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ പണ്ട് ഇതിനെക്കുറിച്ച് ഈ കിക്ക് ഷിഫ്റ്റർ എന്നുള്ള ഒരു ആക്സസറിയെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ലായിരുന്നു. അപ്പൊ ഇത് ഇട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അതിന്റെ ഒരു ഫൺ ഫീല് തുടങ്ങിയത്. അപ്പൊ അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് കിക്ക് ഷിഫ്റ്റർ. അപ്പൊ ഇതിന് വരുന്നുണ്ട്, അതൊരു പോസിറ്റീവ് സൈഡ്. അപ്പൊ അത് നമ്മുടെ 615 നോർമലിന് അത് വരുന്നില്ല. ആക്ച്വലി ഇതാണ് നമ്മുടെ 2018 RS പിന്നെ കൊണ്ടുവന്നതല്ലേ ഇതിന്റെ ഷിഫ്റ്റേഴ്സ്. ഇപ്പൊ എനിക്ക് ഡിഫോൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. സോ അപ്പോൾ അതൊക്കെയാണ് വണ്ടിയുടെ ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് നെഗറ്റീവ്സും പിന്നെ എത്തരത്തിലുള്ള ആൾക്കാർ ചൂസ് ചെയ്യണമെന്നുള്ളത് അല്ലേ. ഓക്കെ ഏട്ടാ, ഓക്കെ ശരി. സോ അപ്പോൾ ഇതൊക്കെ നമ്മളെ വണ്ടിയുടെ നമുക്കൊരു എന്താ പറയുക ഒരു ഡയറ്റോൺ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കവർ ചെയ്യേണ്ട ഓൾമോസ്റ്റ് എല്ലാ പാർട്ടും നമ്മൾ ആക്ച്വലി ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യും. അപ്പോൾ ചേട്ടാ ഒരു ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ വന്നതിനൊക്കെ ഒരുപാട് നന്ദി, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു വൈൻഡപ്പ് എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ റൈഡിങ് കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഈവൻ ഈ കഴിഞ്ഞ കുറച്ച് മാസത്തിനകത്ത് തന്നെ ഒരുപാട് ഒരു 10ഓളം വണ്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ ആൾക്കാർ തന്നെ. അപ്പോൾ എന്താണ് ഈ പുതുതായിട്ട് വരുന്ന ആൾക്കാരോട് പറയാനുള്ള സജഷൻസ് എന്തൊക്കെ? ഓക്കെ, പുതുതായിട്ട് വരുന്ന പണ്ട് അതിപ്പോൾ ഞാൻ ഞാൻ ഓടിച്ച് തുടങ്ങിയത് മുതലുള്ള കാര്യം പറയുകയാണ്. ഓക്കെ, അന്ന് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 150 200 250 cc കണ്ട് പിള്ളേരും അത് തന്നെയാണ് ഓടിച്ച് വന്നത്. പക്ഷേ ഇപ്പോഴത്തേന്ന് പറഞ്ഞാൽ എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാവരും ഫസ്റ്റിൽ എടുക്കുന്നത് തന്നെ 650. 650 എനിക്ക് മിനിമം ആണ് 650 റേഞ്ചിലേക്ക് പോകുന്നത്. ഒരു ട്വിൻ സിലിണ്ടർ, അതെ ഇന്റർസെപ്റ്റർ അങ്ങനെയാണ് പോകുന്നത്. അത് ശരി, അങ്ങനെ പോകാതെ അത് എനിക്കറിയില്ല, എന്നെ സംബന്ധിച്ച് എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. എനിക്കൊരു 200 ആദ്യം 150 ഓടിക്കുക, അതിലെ 150 ഓടിച്ച് കുറച്ച് ആൾ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പവർ നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നത്. അതിനൊക്കെ ഞാനൊക്കെ അഡ്വൈസ് ആയിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ റെസ്പോൺസിബിളായിട്ട് ഓടിക്കുക, ഹെൽമെറ്റ് വെക്കുക, പറ്റുമെങ്കിൽ ജാക്കറ്റ്സ് മിനിമം ജാക്കറ്റ്, റൈഡിങ് ഗിയേഴ്സ് ഫുള്ളില്ലെങ്കിൽ നമ്മൾ മിനിമം ജാക്കറ്റ്സ് എങ്കിലും. കാര്യം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ റൈഡിങ് ഗിയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ യൂസ് ചെയ്യുക, ഹെൽമെറ്റ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക, റൈഡ് ചെയ്യുന്നത് റെസ്പോൺസിബിളായിട്ട് റൈഡ് ചെയ്യുക. അത് തന്നെയാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരുപാട് സൂപ്പർ ബൈക്സ് മാർക്കറ്റിൽ ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെല്ലാം കെയർ ചെയ്ത് റെസ്പോൺസിബിൾ ആയിട്ട് നോക്കുകയാണ്. അതെ, കാരണം പ്രത്യേകിച്ച് നമ്മളെ റോഡിന്റെ അവസ്ഥകൾ പലതാണ്. നമുക്ക് ആർക്കായാലും ഇപ്പം സൂപ്പർ ബൈക്ക് എന്നുള്ളൊരിത് വരുമ്പോൾ ആർക്കായാലും കൈ കൊടുത്ത് ഓട്ടിക്കാനൊക്കെ തോന്നും. പക്ഷെ അത് ട്രാഫിക്കിൻ്റെ ഇടയിൽ മാക്സിമം ഒഴിവാക്കാനേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ നമുക്കൊരു നല്ല ഓപ്പൺ റോഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൈ കൊടുക്കുക. അതെ, കാരണം നമ്മൾ എന്തായാലും ഇത് എടുക്കുന്ന 60 ഓടിക്കാനായിരിക്കത്തില്ല. സോ അപ്പോൾ റെസ്പോൺസിബിൾ ആയിട്ട് റൈഡ് ചെയ്ത് കെയർ ചെയ്ത് പോകണം അല്ലേ. ഓക്കെ ഏട്ടാ, അപ്പോൾ അതൊക്കെയാണ് ചേട്ടൻ സജഷൻ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ എനിവേ വന്നതിന് നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്ന ഒരുപാട് നന്ദി. ഓക്കെ ഏട്ടാ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും നിങ്ങൾക്ക് വളരെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ വൺസ് അഗൈൻ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണം. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ ഗൈസ് ആൻഡ് റൈഡ് സേഫ്.